എന്തൊരു ഭാഗ്യല്ലേ അല്ലേ? ആ ഭാഗ്യം കിട്ടണമെങ്കിൽ എന്താക്കണോ എന്തുണ്ടാ? ഇടക്കിടക്ക് ഖുർആൻ നോക്കണോ, തുറക്കണോ, ഓതണം. അല്ല ഉസ്താദ് എന്നൊക്കെ ഓത ബണ്ടിലെങ്കിൽ പഠിക്കണം. ഇനി എന്തും ഇല്ല, എന്തെങ്കിലും സാരമില്ല, ഇടക്കിടക്ക് ഇങ്ങനെ മുസാഫ് നോക്കല് അതൊരു സുന്നത്താണ്. ഇങ്ങനെ തുറന്നിട്ട് നോക്കല് അതൊരു സുന്നത്താണ്. വെറുതെ നോക്കിയെങ്കിൽ കൂലിയുള്ള വിഷയമാണ് മുസാഫ്, പള്ളി, ഉമ്മ, കഅബ, അബ്ബ, ഇതെല്ലാം. ഞങ്ങളെ നല്ല ചന്തത്തിൽ നല്ല മനസ്സിൽ നോക്കിയെങ്കിൽ വയ്യാവും, കൂലി കൊണ്ട് നിൽക്കും. നോക്കുമ്പോഴത്തേക്ക് നീ ഇങ്ങനെ ഈ രാക്ഷസ പോലെ നോക്കണ്ട. നല്ല ഒരു പിരിസപ്പാടില്, ഒരു ഓർമ്മപ്പാടില്, നല്ല കൽബുല്, നല്ല ഈമാനുള്ള കൽബുല് നീ ഞങ്ങളെ നോക്കൂ. നിനക്ക് കൂലിയുണ്ടോ? പരിശുദ്ധമായ ദീൻ പറയും. ഇരിക്കട്ടെ. ബീബി നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹ എന്ന ബാല്യക്കാരിയായ പെണ്ണ്, ധാർമ്മിക ചൗക്കട്ടിന്റെ ഉള്ളിൽ ജീവിച്ച പെണ്ണ്, ഒരു നിസ്കാരം പോലും കളാക്കാത്ത പെണ്ണ്. പൊന്നുമ്മ കേട്ടോ, പൊന്നുമോള് കേട്ടോ, അന്നരെ കാണാൻ ഔറത്ത് ചന്തം കാട്ടി നടക്കുന്ന മോള്, ലിഫ്റ്റിക്ക് പുരട്ടിയിട്ട് മറ്റുള്ളവരെ മുമ്പിൽ ഗ്ലാമർ കാട്ടുന്ന പെണ്ണ്, ആണുങ്ങളുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യപ്പെട്ടിട്ട് ആണുങ്ങളോട് ഹായ് ഹൂയി ചാറ്റിംഗ് നടത്തുന്ന പെണ്ണ്. പൊന്നുമോള് കേട്ടോ, നല്ലവർ കടന്ന സ്വർഗത്തിൽ നിനക്ക് പ്രവേശനമില്ല. ബീബി നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹ ബാല്യക്കാരത്തി പെണ്ണ്, മരിക്കുന്ന മുന്നോളം 4000-ലേറെ വട്ട ഖുർആൻ ഓതിയ പെണ്ണ്, മരിക്കുന്ന ടൈമുകൾ പോലും ഖുർആൻ ഓതിയ ഉമ്മ. തരിത്തവരോ ഡുണ്ണി ഞാൻ മോറിത്തിടാ സോമാന്, തനിയവൻ നോമ്പോടു കൂടെ എന്നെ ഇപ്പോൾ താനെ മരണമാകും എണ്ട് പിണ്ട് ഓതിയ മാനിത സൂറത്തു തീരും മുമ്പ് മൗത്തായാനെ. സുന്നത്ത് നോമ്പ് നോക്കിയിട്ട് ഖുർആൻ ഓതിയിട്ട്, സുന്നത്ത് നോമ്പ് നോക്കിയിട്ട് ഖുർആൻ ഓതിയിട്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി ബീബി നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹ. അവർ കടന്ന സ്വർഗത്തിൽ ഞങ്ങൾ കിടക്കണ്ടേ? സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹ് പറഞ്ഞ 7 ബാല്യക്കാരുണ്ട്, 7 ഔലിയാക്കളുണ്ട്. 7 ഔലിയാക്കള് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞവരാണവര്. 7 ആളാണവര്. 7 ആള് ബാല്യക്കാരാണ്. യൂത്ത് വിംഗാണ്, യങ് മെൻസ് ആണ്, ഖുർആനാണ്. ഇന്നഹും ഫിത്തിയാ. ആ 7 ഔലിയാക്കന്മാരെ പറ്റി അല്ലാഹ് പറഞ്ഞെന്ന് തോന്നുന്നുണ്ടാ? സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹ് പറയുന്ന ആ മഹാന്മാരെ പറ്റി ഭയങ്കര കറാമത്ത് അല്ലാഹ് കൊടുത്തു. അവർക്ക് അല്ലാഹു വലിയ സ്ഥാനമാന ബഹുമാനം കൊടുത്തു, ആദരവ് കൊടുത്തു. അല്ലാഹു അവരെ സ്വീകരിച്ചു. എന്തേ കാരണ? ആ 7 ബാല്യക്കാർ, ആ 7 ബാല്യക്കാർ അല്ലാഹുവിന് വേണ്ടി ജീവിച്ചു, അല്ലാഹുക്ക് വേണ്ടി ജീവിച്ചു. നാട്ടിൽ നടക്കുന്ന ഒരു അനാചാരങ്ങൾക്കും അവർ കൂട്ടുനിന്നില്ല, ഒരു വേണ്ടാവൃത്തികളിലും അവരില്ല. എല്ലാ ദീനീയായ കാര്യങ്ങൾക്കും അവർ നേതൃത്വം നൽകി. അവർ ഈമാൻ സൂക്ഷിച്ചു. ഇപ്പൊ നോക്കറോ, ടൈമായി. ഇൻഷാ അല്ലാഹ് ഇപ്പൊ നിപ്പാട്ടെ, ബായ് വളക്കണ്ട, ഇപ്പൊ നിപ്പാട്ടെ. 6 ടെൽ മീ, ನೀವು ഔട്ട് ഓഫ് റേഞ്ചിലല്ലേ? ഇങ്ങനെ എങ്ങാവല്ല. നിങ്ങൾ നണ്ടൊട്ടിക്കുമേ വേണോ? ഇത് നാ ചൊന്നത് നിങ്ങളെ കൽബിൽ വേണോ? അല്ലാഹു ഞങ്ങൾക്ക് ഉപകാരപ്പെടുത്തട്ടെ. ആമീൻ ചൊല്ല്. അല്ലാഹു ഞങ്ങൾക്ക് ഉപകാരപ്പെടുത്തട്ടെ. 7 ഔലിയാക്കന്മാർ സൂറത്തുൽ കഹ്ഫ് ഓതണം. അവലെ അത് എപ്പോഴും ഓതണോ? അത് ഡെയിലി ഓതണോ? വെള്ളിയാസറണ്ട് എന്തു ഓതണം? വെള്ളിയാസറണ്ട് എങ്ങനെ ഓതണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വെള്ളിയാഴ്ചണ്ടെന്ന് ഒരാൾ അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് കിതാബില്. അത് ഓതുന്നെങ്കിൽ ഫോണിന്ന് 12:50 നീ കാക്കണ്ട. അത് സുബ്ബൈക്കാങ് ആയത്ര നല്ല ബെറ്റർ ദം. സുബ്ബൈക്ക് ഓതിയെങ്കിൽ ആയത്ര ഡബിൾ കൂലി. എനിത്തല്ല ലേറ്റായെങ്കിൽ മോശമൊന്നുമില്ല. അതിന് സുബ്ബൈക്കാങ് നല്ല സൂറത്തുൽ കഹ്ഫ് ഓതണോ? അങ്ങനെ ഓതിയോണക്ക് ഒരു ഫിത്നയും ഫസാദും ഉണ്ടാവല്ല. മാത്രമല്ല, മറ്റൊരു ഹദീസിൽ കാണാം, വെള്ളിയാഴ്ചണ്ടെന്നൊരാൾ സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അയാൾ ഉംറിൽ, അയാൾ ആയുസ്സിൽ ബർക്കത്തുണ്ട്. അതായത് ഒരാഴ്ച അയാൾ മരിക്കാല.
ഉസ്താദെ നണ്ടಬ್ಬ ഓതി വെള്ളി അസറുണ്ട് അയാൾ ഓതി ഉണ്ടി എപ്പോഴും അന്റെ അസർക്ക് അയാൾ മൗത്തായ ഒക്ക മരിക്കേ ഇല്ല എന്നല്ല ചൊന്നോ, അങ്ങനെയില്ലേ. അയാൾ അത്ര വേഗം മരിക്കല്ല, ഒരിക്കലും മരിക്കേ ഇല്ല എന്നല്ല പറഞ്ഞേ. അയാൾ വേഗം മരിക്കല്ല, അയാൾക്ക് ആയുസ് അഭിവൃദ്ധി കൊടുക്കും. അങ്ങനെ നോക്കൂ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പണ്ഡിതനാണ്, അറിയപ്പെട്ട മഹാനാണ് മഹാനായ അബുൽ ഹസൻ അലി അന്നദ്വി അലീമിയ. അയാൾ റമദാനിൽ നോമ്പ് നോക്കിയിട്ട് ജുമാക്ക് മുന്നേ 3 വട്ടം കഹ്ഫ് സൂറത്ത് ഓതിയിട്ട് മരണപ്പെട്ടു. അതെ, അത് ആയുസ് തീരുമ്പോ എപ്പായെങ്കും ആടെങ്കും മരിക്കണേ. ആയെങ്കില ഇങ്ങനെല്ലാം ഓതിയെങ്കിൽ അയാൾക്ക് അല്ലാഹു ആയുസ് നീട്ടിക്കൊടുക്കും ചെന്നൊരർത്ഥ. എപ്പോഴും ആണ്ടും പോളും ഉപ്പിലിട്ട നേരംപുളി പോലെ അങ്ങനെ ദഹിക്കുന്നല്ല. ഒരു ടൈമിൽ പോണേ പോണ്ടേ പോണ്ടേ പോണ്ടേ, അത് ആരെങ്ങും പോണേ, എപ്പായെങ്കും പോണേ. അല്ലാഹു ആയുസ് കൂട്ടും. ഞങ്ങളെ ബാല്യക്കാരെ കേൾക്കണം, നല്ല ചന്ത നല്ല ഗ്ലാമറെല്ലാം കൂടെ വേണമായിട്ട് സുബൈക്കഞ്ചിട്ട് പല്ല് തുടക്കാണ്ട് കീലുമേൽ ഓടണമെന്നില്ല. ജിമ്മു 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 നല്ല മരുന്നുണ്ടോടാ, നല്ല മരുന്നുണ്ടോ. ഖുർആനോദ് നിസ്കരിച്ചോ, അല്ലാഹനെ പേടിച്ചോ, ദിക്റ് ചൊല്ലിക്കോ, നന്മയുടെ വഴിയിൽ നീ നിന്നോ, നിനക്കെല്ലാ നിലക്കുള്ള ജീവിത സൗഖ്യമുണ്ടെന്ന്, ജീവിത സമാധാനമുണ്ടെന്ന് ഷഫീഉൽ വറാ റസൂലുള്ളാഹ് 7 ഔലിയാക്കന്മാരെ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹ് പരിചയപ്പെടുത്തുന്നുണ്ട്. അവരുടെ കറാമത്ത് അല്ലാഹ് പറയുന്നുണ്ട്. വലബിഥു ഫീ കഹ്ഫിഹിം 300 വസ്ദാദു 9 300 ചില്ലാന വർഷം അല്ലാഹു അവരെ വറക്കി. അവർക്ക് പിന്നെ ഇശാറത്തായി 300 ചില്ലാന വർഷ അല്ലാഹു തആല അവരെ വറക്കിയിട്ട് അങ്ങ് ഇശാർത്താമ്പത്തുക്ക് 300 വർഷം കഴിഞ്ഞു. ഞങ്ങൾക്കൂടെ ജാവ് കടന്നിട്ട് സുബൈക്ക് ആ ടൈം ഗണിച്ചില്ലെങ്കിൽ പിന്നെ എന്തെല്ലാം ഒരു അസ്വസ്ഥത അല്ലെ, തടിക്കൊരു ഒരു മസ്ത് ഒരു മുണ്ടുമൊത്തു കർസവുണ്ട്, എന്തെല്ലാവരും തല്ലുള്ള വലിക്കറ്, ഞരമ്പ് വലിക്കറ് അല്ലേ. എന്റെ എണിക്കുമ്പോ എണിക്കണേ, ഉറങ്ങുമ്പോ ഉറങ്ങണേ. അത് രണ്ടും ഞങ്ങൾക്കില്ല. അത് രണ്ടും ഞങ്ങൾക്കില്ല. സത്യത്തിൽ ഏറ്റവും നല്ല ഈലൊരു മാതിരി നായി കൊണ്ടുണ്ടല്ല, നായി കൊണ്ടില്ല പോവാ. നായികെന്തര ചൊല്ല നിങ്ങ നായി നന്നല്ലേ, അതിന്റെ അപ്പുറത്ത് ചൊല്ലണ്ട, അവിടെ സ്റ്റോപ്പ് ആക്കണം. നായി, ആ നായി കൊണ്ടല്ല, നായിക്ക് നല്ലൊരു സ്വഭാവം ഉണ്ട്, ഞങ്ങൾക്കില്ലാത്തൊരു സ്വഭാവ. അത് 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 മഹാന്മാർ പറയുന്നുണ്ട്, മഹാനായ ഹസനുൽ ബസരി തങ്ങൾ പറയുന്നുണ്ട്, നായി അത് യനാമു ബില്ലൈലി ഖലീല, അത് രാത്രി കുറച്ചു ഉറങ്ങും, എന്നിട്ട് രാവിലെ എല്ലാവരും എണീക്കുമ്പോൾ അത് എണീച്ചിട്ട് പോകും. ഞങ്ങ ജാവ് ഉറങ്ങുന്നേ ഇല്ല. ബാല്യക്കാറ് ജാവ് ചുറ്റണമേ, റൗണ്ട് അടിക്കണമേ. ഞങ്ങ വേല കഴിഞ്ഞിട്ടുള്ള പോകുമ്പോഴത്തേക്കോ പല ജാഗകള്. ഇപ്പൊ പിന്നെ കൊറോണ ആയിട്ട് പോലീസിന്റെ ഗാഡിയെല്ലാം പണ്ടത്ത് നോക്കി പാടില്ല പൊന്ന്, വേഗം ഉറങ്ങോ, വേഗം ഉണരോ, നിന്റെ ആരോഗ്യത്തിനത് നല്ലതാണ്. അല്ലെങ്കിൽ ഒരു ആരോഗ്യമുള്ള മനുഷ്യന് 24 മണിക്കൂറിന്റെ 3-1 ഉറങ്ങണമെന്നാണ്. അതായത് 60 ആണ്ട് ഒരാൾ ചെയ്ച്ചെങ്കിൽ അതിൽ 3-1 അയാളെ വർക്കിൽ പോകും. ഉദാഹരണ 24 ಗಂಟೆ അതിനെ 3ರಲ್ಲಿ ಭಾಗಿಸೋ 8 അല്ലേ. കൂടെ മിക്കിയൊന്നും ഇല്ല ബാവാ, ഇല്ലേ? 8 16 24 കറക്റ്റല്ലേ? അപ്പൊ 8 ಗಂಟೆ അയാൾ ഉറങ്ങണേ. ആരോഗ്യദായക ശരീരമുള്ള ഒരാള് 8 ಗಂಟೆ ഉറങ്ങണേ. ഉറങ്ങിയില്ലെങ്കിൽ അതിന്റെ എഫക്റ്റ് അയാൾക്ക് 40 ആണ്ട് കഴിഞ്ഞ് പിന്നെ കാണൂ. അല്ലാഹു ഞങ്ങളാകട്ടെ. ഇത് മെഡിക്കൽ സയൻസ്. ദീനിൽ പിന്നെ കുറച്ച് കുറഞ്ഞൊന്നും സാരമില്ല. ജാവ് എണിച്ചിട്ട് താജ്ജുദെല്ലാം നിസ്കരിച്ചിട്ട് സുബൈക്ക് പിന്നെ എണിച്ചിട്ട് പിന്നെ സൂര്യ ഉദിക്കോളം ഉറങ്ങാണ്ട് തേച്ചിട്ട് പിന്നെ കുറച്ച് നേരം ഉറങ്ങിയിട്ട് അങ്ങനെല്ലാം ആക്കണമെന്നാണ് ആരോഗ്യാവസ്ഥ. ഏതായാലും ഉറങ്ങണേ. ജാവ് പോളെല്ലായിട്ട് ഒരു 8 ಗಂಟೆ ഉറക്ക് വേണോ? അങ്ങനെ ഉറങ്ങിയെങ്കിലും ഒരു 4-8 ಗಂಟೆ ഉറക്കിലെ പോയി അല്ലേ. അപ്പൊ 60 ആണ്ട് നീ ചെയ്യിച്ചെങ്കിൽ 20 ആണ്ട് ഉറക്കിലെ പോയി. 60 ಭಾಗಿಸು 3ರಲ್ಲಿ 20 അല്ലേ. 20 ആണ്ട് ഉറങ്ങിട്ട് പോയേ. ബാക്കി 20 ആണ്ട് ഗ്രൗണ്ടിൽ ഡേ നൈറ്റ് ഫുട്ബോൾ, മഹിളാ പന്ത്യാട്ട, കബഡി, യക്ഷഗാന, ബേളാട്ട.
ഇനി 20 ആണ്ട്. ആ ഉസ്താദ് ഇനി 20 ആണ്ട് കുറച്ച് കെയർഫുൾ. എങ്ങനെ? ഇനി കുറച്ച് ഇബാദത്ത്, നിസ്കാര, ഓത്ത്, ബൈത്ത്, ഖത്തം ഒക്കെ ಎನಿ ಅಲ್ಲೇ 20 40 ಎನಿ 40 ನಂತರ ഇനി നീ ഇബാദത്തുകല്ലേ? ഇല്ല, ഇനി നിനക്ക് ഇബാദത്ത് എടുക്കാവല്ല. ഇനി നിനക്ക് ഖുർആൻ ഓതാൻ കണ്ണ് കാണല, റുക്കുവിന് പോവാൻ, സുജൂദിന് പോവാൻ, മുട്ടുനമ്പലം വിടല. നിനക്കിന് ഷുഗറാണ്, പ്രഷറാണ്. എനിക്ക് എളുപ്പത്തിന്റെ വഴി പിന്നെ പോയങ്ങ് കബറാണ് അല്ലേ? നിനക്കൊണ്ട് ടൈമോ? അപ്പൊ നീ നല്ല കാലത്തെ അള്ളാഹുവിലേക്ക് മടങ്ങിക്കോ. നല്ല കാലത്ത് നോക്കൂ. നിങ്ങൾ അസ്ഹാബുൽ കഹ്ഫ് നിർത്താനായി എത്ര മണിയാവും? അല്ല ഇന്നലെ 11:15. നാളെ 11:15. പിന്നെ ഇന്നെന്തേ? ഇന്നും അങ്ങനെ ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഞങ്ങളെ മജ്ലിസ് കബൂലാക്കട്ടെ. മഹാന്മാരായ ആ 7 ഔലിയാക്കളെ പറ്റി അള്ളാഹ് പറഞ്ഞെന്തറിഞ്ഞ, അള്ളാഹു വളരെ ബഹുമാനത്തില് വലിയൊരു ഇതാക്കിയിട്ട് ഈ മക്കളെല്ലാം നാളെന്താക്കണം തൊട്ടെ പിറവിലേതേ പോട്ടണോ അല്ലെ? ചൊന്നെങ്ങ് നിങ്ങൾ മക്കളെ വിഷയം എടുത്തോണ്ടുള്ളാറ്, ചൊന്നില്ലെങ്കിൽ അങ്ങ് എണിച്ചോണ്ടേ ഉള്ളാറ്. അങ്ങനെ ചില പിറവിൽ പോട്ടോ അങ്ങ് അവിടെ പോയിട്ട് ബോട്ടിയാ ബുഗ്ഗ മേടിച്ച് അവിടെ കളിക്കട്ടെ. നിങ്ങൾ വയല് കേൾക്കണം. നിങ്ങൾ വയല് കേൾക്കണായ ആള് നിങ്ങൾ കേൾക്കണം. നിങ്ങൾ കേട്ടിട്ട് അങ്ങ് ചൊന്ന് കൊടുക്കണം. അങ്ങ് കേട്ടിട്ട് നിങ്ങൾ ചൊന്നാണ്ട് വിഷയമല്ല. 7 ഔലിയാക്കന്മാർ അവരാര്? അവർക്ക് അല്ലാഹു തആല കറാമത്ത് കൊടുത്തു, അല്ലാഹു വിലായത്ത് കൊടുത്തു, അല്ലാഹു അവരെ ഏറ്റെടുത്തു, ലോകമാദരിച്ചു. ഇന്നും അവർ ഓരോ നിമിഷവും ഓർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാ സമയത്തും അവർ വാഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ 7 ഔലിയാക്കന്മാരെ പറയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സൂറത്തുൽ കഹ്ഫിലെ ലോകത്തിന്റെ മുക്കുമൂലകളിലുള്ള എല്ലാ വിശ്വാസികളുടെ ഹൃദയങ്ങളില്, മനസ്സില്, കൽബിൻ ജീവികളാണ് ആ 7 ഔലിയാക്കള്. എന്നാൽ കേട്ടോ ബാല്യക്കാരാ, 7 ഔലിയാക്കളെ പറ്റി അല്ലാഹ് പറഞ്ഞത് എന്തറിയാ? ഇന്നഹും ഫിത്തിയാ അവർ ബാല്യക്കാരാണ്, അവർ യങ്മെൻസ് ആണ്, അവർ വയസ്സന്മാരല്ല. ബാല്യക്കാരായിട്ട് പോലും അള്ളാന്റെ ദീന് ചൗക്കിട്ട് മീറിയിട്ട് പോവാത്തവരാണ്. നല്ലങ്ങ അങ്ങ് ഞങ്ങൾക്ക് മാതിരിയാ. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, 2 ഔലിയാക്കൾ റളിയല്ലാഹു അൻഹാ, ബീബി ആസിയ റളിയല്ലാഹു അൻഹാ, രണ്ടാളും നാളെ റളിയല്ലാഹു അൻഹാ, രണ്ടാളും നാളെ സ്വർഗ്ഗലോകത്തിന് വിധങ്ങളെ ഭാര്യമാരാണ്. അല്ലേ? അന്യരെ തീരെ കാണാത്ത പെണ്ണ് കുളിക്കുന്ന സമയത്ത് മനുഷ്യരൂപത്തിലെ മലക്ക് ജിബ്രീൽ വന്നപ്പോ അവിടെ വിളിച്ചു പറഞ്ഞു, വരരുത്, ഞാനിവിടെ മറയിലാണ്, ഞാനിവിടെ കുളിക്കുകയാണ്. നിങ്ങളൊരു ആണാണ്, ഞാനൊരു പെണ്ണാണ്. അതായത് വരാൻ പാടില്ല, ഞാനൊരു പെണ്ണ്. ഇന്നിപ്പോ ഞങ്ങളെ പെണ്ണങ്ങ എന്താക്കുവാറ്? വന്നില്ലെങ്കിലും മെസ്സേജ് ആക്കിയിട്ട് ഇനി ഓടില്ല, വേഗം വാങ്ങിച്ചോളൂ അല്ലേ? ബീബി ആസിയ റളിയല്ലാഹു അൻഹാ. ആരാ ബീബി ആസിയ? വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ബീബി ആസിയ റളിയല്ലാഹു അൻഹാ ഫിർഔനിന്റെ ഭാര്യ. നാട് ഭരിച്ച, ലോകം ഭരിച്ച ഞാൻ എന്നെയാണ് വലിയ റബ്ബ് എന്ന് ലോകത്തോട് അഹങ്കാരം നടിച്ചു പറഞ്ഞ ഫിർഔനിന്റെ ഭാര്യ ബീബി ആസിയ റളിയല്ലാഹു അൻഹാ. നല്ല പെണ്ണ്, ബാല്യക്കാരത്തി പെണ്ണ്, ചെറിയ പെണ്ണ്. ഖുർആൻ പറയുന്നു, ലറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔനിന്റെ ഭാര്യ ബീബി ആസിയ നിങ്ങൾക്ക് മാതിരി പെണ്ണാണ്, നിങ്ങൾക്ക് റോൾ മോഡലാണ്, നിങ്ങൾക്കെല്ലാം കൊണ്ട് സ്വീകരിക്കാൻ പറ്റിയ പെണ്ണാണ് ആ ബാല്യക്കാരത്തിയായ പെണ്ണ്. ഒരിക്കലും അല്ലാഹ് പൊരുത്തപ്പെടാത്ത പണിക്ക് പോയില്ല, അല്ലാഹ് ഇഷ്ടപ്പെടാത്ത പണിക്ക് പോയില്ല. മാത്രവുമല്ല, മഹദിയുടെ കൂട്ടുകാരിയായിരുന്ന ഫിർഔനിന്റെ പെണ്ണുമക്കളെ കുളിപ്പിച്ചിരുന്ന ബീബി മാസിത്ത റളിയല്ലാഹു അൻഹാ. ബീബി മാസിത്ത ചരിത്രം കേട്ടിട്ടില്ലേ? നീണ്ട ചരിത്രമാണത്. മാസിത്ത അതായത് ഫിർഔനിന്റെ പെണ്ണുമക്കളെ തലയെല്ലാം ഭാരിയിട്ട് ചീപ്പിലിങ്ങനെ ഭാരിയിട്ട് വൃത്തിയാക്കിയിട്ട് കൊടുത്തിരുന്ന ഫിർഔനിന്റെ വേലക്കാരിയായിരുന്നു ബീവി മാസിത്ത റളിയല്ലാഹു അൻഹാ. മൂസാ നബിയെ കൊണ്ട് വിശ്വസിച്ചയാൾ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മസ്ജിദുൽ മുഖദ്ദസിലേക്ക്, അവിടുന്ന് അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് ഇസ്രാ മിഅ്റാജ് പോയില്ലേ? ആ പോയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക വിട്ട് മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തുന്നതിൻ്റെ ഇടയിൽ ഒരു സ്ഥലത്ത് നിന്ന് ഭയങ്കരമായിട്ടുള്ളൊരു സ്മെല്ല്, നല്ല സുഗന്ധം, ദുർഗന്ധമല്ല, വല്ലാത്തൊരു മണം, എന്തോ ഒരു അനുഭവ, ഭയങ്കരമായ സ്മെല്ല്. അതങ്ങനെ അടിച്ചു വീശിയപ്പോ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതങ്ങനെ ആസ്വദിക്കുന്നു. മഹാനായ ജിബ്രീലും ആസ്വദിച്ചു. എല്ലാം മറന്നുപോയി. എന്തോരു മണം, ഭയങ്കര മണം. അപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി തങ്ങളോട് ചോദിച്ചു, അല്ല നബിയെ, എന്താ മണക്കുന്നത്? ആ അടിച്ചു വീശുന്ന സുഗന്ധം, ആ മണം, അതെന്ത് നിങ്ങൾക്ക് മനസ്സിലായ നബിയെ? അത് ഏടുന്ന് വരുന്നത് ഗൊന്തായ നബിയെ? നിങ്ങൾക്ക് ഇല്ല, അത് ഈ ജാഗലായിട്ടിക്കട് ബീബി മാസിത്ത റളിയല്ലാഹു അൻഹ മറവട്ട് കിടക്കുന്നത്, ആ മാസിത്ത ഉമ്മയുടെ കബറിൽ നിന്നിട്ട് അടിച്ചു വീശുന്ന മണമാണ് ഞാനും നിങ്ങളിപ്പോൾ മണത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നബിയെ, ഈ ജാഗല് നിങ്ങൾ ജണ്ടറക്കാത്ത് നിസ്കരിക്കൂ. മഹാനായ ജിബ്രീൽ എത്ര നല്ല പെണ്ണായിട്ട് വേണോ നിങ്ങൾ ആലോചനാക്കി. അതേപോലെ ഫിർഔനിന്റെ ഭാര്യയായിട്ടിരുന്നയാള് ബീബി ആസിയ റളിയല്ലാഹു അൻഹ, ചെറിയ പെണ്ണ്, അല്ലാഹ്ക്കല്ലാതെ വഴിപ്പെട്ടില്ല, അല്ലാഹനെ മറന്നില്ല, ഒരു സമയത്ത് പോലും അല്ലാഹന്റെ പേടിയില്ലാതെ ജീവിച്ചില്ല. എല്ലാ നേരത്തും അല്ലാഹന്റെ ചിന്തയിലാണ്. ഒരവസരം ഫിർഔന് പറയുന്നു, അതെ, നീ ഇനി മുതൽ അല്ലാഹ്ക്ക് വഴിപ്പെടണ്ട, അല്ലാഹനെ വഴിപ്പെടണ്ട, അല്ലാഹനെ അനുസരിക്കണ്ട, ഞാൻ പറയുന്നത് പോലെ കേൾക്കണമെന്ന് പറഞ്ഞപ്പോ ബീവി ആസിയ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അതെ, നിങ്ങൾ പറഞ്ഞ പോലെ കേൾക്കാ, നിങ്ങൾ ചൊന്ന പോലെ കേൾക്കാ. അൽഹംദുലില്ലാഹ്. നിങ്ങൾ നണ്ട മാപ്പിള, നിങ്ങൾ ചൊന്നത് നാണ് കേൾക്കണേ. നിങ്ങൾ നണ്ട മാപ്പിള, നിങ്ങൾ ചൊന്നത് നാണ് കേൾക്കണോ? എന്നെ കടമ, എന്റെ ധർമ്മ, എന്റെ ഏറ്റവും വലിയൊരു ജവാബ്ദാരി. ആയെങ്കില അള്ളാഹനെ മറന്നിട്ടുള്ള വിഷയമാണ്, അവനക്ക് എതിരായിട്ടുള്ള വിഷയ നിങ്ങൾ ചൊന്നങ്ങനെ കേൾക്കല. അതായത് ഞങ്ങളെ മാപ്പിളമാർ ഫസ്റ്റ് പെണ്ണ് കെട്ടിയെങ്കിൽ ചില പുതിയാപ്പിളമാർക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട്. പെണ്ണ് കെട്ടിയ സ്റ്റാർട്ടിങ്ങിൽ പെഞ്ഞാനും കൂട്ടിയിട്ട് അവിടെ കൂടെ കുറുപ്പുറ കൈക്കമ്പ മൂടബിദ്ര മളല് മുളാറ് പട്ടണ അവിടെ കാഞ്ഞങ്ങാട് ഞങ്ങളെ കൊണ്ടോട്ടി അവിടെ കൂടെ ബിരുന്നുക്ക് പോവാറ്. പോകുമ്പോഴത്തേക്ക് ഒക്കെ 4 ഓർന്ന ഡ്രസ്സ്, അങ്ങനെ ഡ്രസ്സ് ഇട്ടിട്ട് ചന്തത്തിൽ ഇഴിഞ്ഞോണ്ട് വരുമ്പോൾ ഓണ്ട് പകലൊരു ഡയലോഗ്, ആറ് ഈ തരുമുക്കില്ലാത്ത മാപ്പിള ചന്ദ്ര കൊന്തുണ്ട, നീ അങ്ങനെ മീട് കന്തു തുണി ഇടണ്ടടി, നീ ബുർക്കണ്ട, കണ്ണടി ഒന്നും ഇടണ്ട, എല്ലാരും കാണട്ട്. എന്ത് എല്ലാരും കാണും? 5 വീസ നീ മാത്രം കണ്ട മയ്യാവും, നിന്റേതത്, അത് നിന്റേത്, അത് രായത്തങ്ങ കാണു തീരാ. അൽ മർഅതു കുല്ലുഹാ ഔറാ, പെണ്ണ് മുഴുവനും ഔറത്താണ്, അവളുടെ ഓരോ ഭാഗങ്ങളും ഔറത്താണ്. അവള് തലവാരുന്ന നേരത്തെ അവളെ തലയിൽ നിന്ന് വീണുപോയ മുടി പോലും അവളെ മറക്കണം കേട്ടോ. അതുപോലും അന്യരെ കാണരുത്, ഔറത്താണ്. പിന്നെ നീ അങ്ങനെ കാട്ടൊക്കെ ചെന്ന് എല്ലാവരും കാണട്ടെ ചെന്ന് പോയിട്ട് അവിടെ എത്തിയിട്ടാകുമ്പോഴത്തേക്കു പിന്നെ കൈകൊടു സെക്കൻഡ് എല്ലാവർക്കും. ഇപ്പൊ അതൊരു ഫാഷൻ. ഇപ്പൊ പിന്നെ കുറെ പെണ്ണ് കിടക്ക ബുർക്കമേ ഇല്ല പോ. കാരണം ഊടത്തോളം മൈലാഞ്ചി, തൊക്കുറടിയോള, പിന്നെ ഒരു കയ്യിൽ തൊക്കുറടിയോള പൊന്ന് ബംഗാറ് ഡ്യൂപ്ലിക്കേറ്റ് കുറെ മേക്കപ്പ്, പിന്നെ തലന്റെ മുടിയോണ്ട് മുടിനെ മേൽക്ക് വെച്ച ചുതിരിയോണ്ട് ചതുരിയോണ്ട് നാർഗുകൊണ്ട് അല്ലാകാലം. പിന്നെ ഡ്രസ്സിന്റെ കോല കണ്ടെങ്കിൽ ഇട്ടില്ലെങ്കും ഒരേപോലെ, എല്ലാം ഒരേപോലെ. ന്യൂസിലാൻഡ് അടക്ക കണ്ട് പിടിയാവറല്ല നിങ്ങൾ നന്നാ തിങ്കും താക്കിയിട്ട് തലമുണ്ടാക്കണ്ട. അങ്ങനത്തെ ഡ്രസ്സ്, മേക്കപ്പ് മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല കാണാത്ത വിഭാഗം നിസാഉൻ കാസിയാതുൻ നാരിയാത്, ഡ്രസ് ധരിച്ചിട്ടും ധരിക്കാത്ത പോലെ, നഗ്നത മറച്ചിട്ടും മറയാത്ത പോലെ, തൊലിന്റെ വെളുപ്പെല്ലാം കാണുന്ന കോലത്തില്, ശരീരത്തിന്റെ ഉപ്പു തപ്പുകളോ കാണുന്ന നിലക്ക്, ഹിഗ്ഗു തഗ്ഗുകളോ കാണുന്ന നിലക്ക് വസ്ത്ര ഉടയാടയിൽ ധരിച്ച പെണ്ണുങ്ങള് നാളെ അല്ലാഹനെ കാണല. അവരെ മേൽ അല്ലാഹന്റെ ശാപമുണ്ട്. ഷഫീഉൽ വറാ റസൂലുള്ളാഹ് ബീബി ആസിയ റളിയല്ലാഹു അൻഹ ഭർത്താവിനോട് പറഞ്ഞു, അത്
നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ അനുസരിക്കും, പക്ഷേ അള്ളാന്റെ ദീന് വിട്ടിട്ടുള്ളവന് അനുസരണ നിങ്ങളോടില്ല. അത് പറഞ്ഞപ്പോ പറഞ്ഞു, ഇല്ല പറ്റല്ല, ഞാൻ പറഞ്ഞതല്ല കേൾക്കണോ, നീ എൻ അല്ലാന്ന് ചൊല്ലണ്ട, മൂസാ നബി എന്ന് ചൊല്ലണ്ട, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലണ്ടെന്ന് ചൊന്നപ്പോ ആസിയ ഉമ്മ കേട്ടില്ല. അത് ഉമ്മ വഴിപ്പെട്ടില്ല, സ്വീകരിച്ചില്ല. ചുരുക്കട്ടെ, ആ ഉമ്മാനെ നല്ലോണം ദ്രോഹാക്കിയ, ബുദ്ധിമുട്ടാക്കിയ, നൊമ്പലാക്കിയ അവസാനം അതാ ബീവി ആസിയ റളിയല്ലാഹു അൻഹ അവിടെ അതാ ചുട്ടെടുത്ത് ഇരുമ്പ് കൊണ്ട്, ചൂടാക്കിയ ഇരുമ്പിന്റെ കണ്ട കൊണ്ട്, ഇരുമ്പിന്റെ കഷ്ണം കൊണ്ട് മഹദിയുടെ മുന്തുവാരത്തിലേക്ക്, അതേ ശരീരത്തിലേക്ക് പൊള്ളിച്ച് ചൂടാക്കി വെച്ചിട്ട് അവിടുന്ന് കൊന്നുകളഞ്ഞു. വല്ലക്കാർത്തി പെണ്ണാണ്, സ്വാലിഹത്തായ പെണ്ണ്, അള്ളാനെ പേടിച്ച പെണ്ണ്, ആഖിറത്തെ പേടിച്ച പെണ്ണ്, സ്വർഗത്തെ ആശിച്ച പെണ്ണ്, അള്ളാനെ ആഗ്രഹിച്ച പെണ്ണ്. ഭർത്താവിന്റെ പീഡനങ്ങള് നല്ലോണം അങ്ങുണ്ടായി, നല്ലോണം വേദനിപ്പിച്ചു, നൊമ്പലാക്കി. വേദന കൊണ്ട് പിടക്കുമ്പോ സക്കറാത്തിന്റെ ഹാലിന്റെ സമയത്ത്, മരിക്കുന്ന നേരത്ത് ആസിയ ഉമ്മ റളിയല്ലാഹു അൻഹ അല്ലാഹുവോട് പറഞ്ഞു, റബ്ബേ, ഈ വേദനയൊന്നും എനിക്ക് വേദനയല്ല, ഈ നൊമ്പരാനക്കൊരു നമ്പരല്ല, ഇതെനിക്കൊരു പ്രശ്നമല്ല, എന്റെ വല്ല ബേജാറ്, എന്റെ വല്ലൊരാശ നക്ക് നിന്റെ കാണണു റബ്ബേ. ഇത്രല്ല നമ്മളെ സഹിച്ചിട്ട്, ഇത്രല്ല പീഡന മർദ്ദന ഉപദ്രവ സഹിച്ചിട്ട് ഞാനൂടൊന്ന് മരിച്ചിട്ട് നാളെ നിന്റെ മുട്ട വന്നെങ്കിൽ അവിടെ നീ നക്ക് ചെറിയൊരു സ്വർഗത്തിന്റെ പൊര തരണോ റബ്ബേ, സ്വർഗത്തിന്റെ വീട് തരണോ റബ്ബേ. ഉടങ്ങണെയും ഞാൻ ഇത്ര കഷ്ടപ്പെന്ന് എനിക്ക് വേണായിട്ട് നിന്റെ പേടിച്ചിട്ട് അവിടെയും നീ നിന്റെ ബേജാറാക്കോ തീര റബ്ബേ. അവിടെ നീ നക്ക് സ്വർഗദാ റബ്ബി ബിനി ലീ ഇൻദക ബൈതം ഫിൽ ജന്ന. പരാവാരം പോലെ പരന്നു കിടക്കുന്ന, പരസഹായമില്ലാത്ത പരകോടി ജനങ്ങളുള്ള ആ ഭയങ്കരമായ പരലോകത്തും നീ എനിക്ക് സ്വർഗത്തിന്റെ ഒരു ഭാഗം താള്ള. റബ്ബി ബിനി ലീ ഇൻദക ബൈതം ഫിൽ ജന്ന. പെരിയവനെ ജന്നാത്തിൻ അരുവികൾ തഞ്ചാരത്ത് പണിതു തരോ മാണിക്ക ഹർമവും നീയാ അല്ലാഹ്. പടച്ച റബ്ബേ, എനിക്ക് നീ അവിടെ സ്വർഗത്തിന്റെ ഒരു ഭാഗം, ഒരു പൂങ്കാവനം നൽകി എന്നെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. എന്നെ കൈവിടരുത് അല്ലാഹ്. നല്ലവളായ ബാല്യക്കാർത്തിയായ ബീവി ആസിയ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ട് ഈ ലോകത്തോടെ പുഞ്ചിരിച്ചു മരിച്ചു പോയെങ്കിൽ എന്റെ വയല് കേൾക്കുന്ന ബാല്യക്കാർത്തി പെണ്ണ്, പൊന്നു ബാല്യക്കാരാ, അവർ കടന്ന സ്വർഗത്തിൽ നമുക്ക് കടക്കണ്ടേ, അവർ കടന്ന അള്ളാനെ നമുക്ക് കാണണ്ടേ, അവർ ആസ്വദിച്ച അനുഭവിച്ച സുഖലോക സ്വർഗം നമുക്ക് ആസ്വദിക്കണ്ടേ. എങ്കിൽ പറയട്ടെ, അള്ളാഹുവിലേക്ക് മടങ്ങിക്കോ, പള്ളിയുമായി ബന്ധം വെച്ച് പുലർത്തിക്കോ, നാവിനെ സൂക്ഷിച്ചോ, ആഭാസങ്ങളിൽ നിന്ന്, വേണ്ടാത്തരങ്ങളിൽ നിന്ന്, വേണ്ടാവൃത്തികളിൽ നിന്ന്